ഷോ അപ്പൂസേ കരയില്ലടാ. റിയാദ് ഇപ്പൊ നല്ല ചൂടല്ലേ, അതാ ഫാനിലെ കാറ്റ് മതിയാവാണ്ട് ചൂടടിച്ചിട്ട് അവൻ കരയണു. അമ്മ ഫാൻ സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ട്, എന്നാലും ചൂട് ഒരുപാടുള്ളതുകൊണ്ട് അവന് സഹിക്കാൻ വേണ്ടി കരയാണ്. റിയാദ് ഇപ്പോ ചൂട് സമയമായില്ലേ, ഇനിയിപ്പോ 2 മാസത്തേക്ക് ഇങ്ങനെ തന്നെ നല്ലോണം ചൂടടിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല റിയ, ചൂടടിക്കും. പിന്നെ നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് നല്ല തണുപ്പുള്ള പഴങ്ങളൊക്കെ കഴിച്ചാൽ നമുക്ക് കുറച്ച് ചൂട് കുറവാകും. നീ ഇപ്പോ പഴങ്ങളൊക്കെ കഴിക്കണത് കൊണ്ടല്ലേ നിനക്ക് മേലെയുള്ള ചൂട്ടുകുരുവൊക്കെ മാറിയത്. അതുപോലെ നിറയെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് നിറയെ വെള്ളം കുടിച്ചാൽ നമുക്ക് ചൂടടിക്കണതും കുറച്ച് കുറവാകും. അത് അമ്മ പറഞ്ഞില്ലേടാ, നമ്മ ഫ്രൂട്ട്സ് കഴിച്ചാലും വെള്ളം കുടിച്ചാലും ഈ സമയത്ത് കുറച്ചൊക്കെ ചൂടുണ്ടാവും. പിന്നെ ആദ്യം ഇപ്പൊ അവന് ഉറക്കം വന്നു, ഉറക്കം വരുമ്പോ നല്ല കാറ്റ് തട്ടിയാൽ മാത്രമേ അവൻ ഉറങ്ങുള്ളൂ. അല്ലാതെ ഇതുപോലെ ചൂടടിച്ചാ അവന് ഉറങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അവൻ കരയുന്നത്. അയ്യോ, ഇവൻ ഉറങ്ങാതെ കരഞ്ഞിട്ടേ ഇരിക്കണല്ലോ. സീലിംഗ് ഫാനിൽ നിന്ന് ചൂട് കാറ്റാ വരുന്നത്, അതാണ് അവൻ ഉറങ്ങാൻ പറ്റാതെ കരയുന്നത്. ടേബിൾ ഫാൻ വെച്ചാൽ കുറച്ച് തണുത്ത കാറ്റ് വരും, പക്ഷെ ടേബിൾ ഫാൻ വെച്ചാ ഇവൻ ഫാനിന്റെ അകത്ത് കൈയിടുമെന്ന് പേടിച്ചിട്ടാ ഞാൻ ടേബിൾ ഫാൻ വെക്കാതിരിക്കുന്നത്. അയ്യോ, ഇനിയിപ്പോ വേറെ വഴിയില്ല. എന്തായാലും സീലിംഗ് ഫാനിൽ നിന്ന് ചൂട് കാറ്റ് വരുന്നത് കൊണ്ട് ഇവൻ ഉറങ്ങില്ല. കുറച്ച് ടേബിൾ ഫാൻ വെച്ചാൽ തന്നെ ഇവൻ ഉറങ്ങുള്ളൂ. ശരി, നീ ഉണ്ണിന്റെ അടുത്ത് നിക്കറിയാ, അമ്മ പോയി ടേബിൾ ഫാൻ കൊണ്ടുവരാം. അത് ടേബിൾ ഫാനിൽ നിന്ന് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ടല്ലോ, അതാ അവന് ചൂട് കുറവായപ്പോ കരച്ചിൽ നിർത്തിയത്. ഇനി എങ്ങനെയെങ്കിലും അവൻ കുറച്ചു നേരം ഉറങ്ങിയാൽ മതിയായിരുന്നു. എന്തായാലും ഇപ്പൊ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ എണിക്കാൻ 4 മണി 5 മണി ആവും. അപ്പോഴേക്ക് കുറച്ച് ചൂടൊക്കെ കുറവാകും. അല്ലാതെ ഈ ഉച്ച സമയത്ത് ചൂട്ടിൽ ഇവനെയും വെച്ച് നോക്കാൻ ഭയങ്കര പാടാ. ചൂടടിച്ചിട്ട് പാവം സഹിക്കാൻ വയ്യാതെ കരഞ്ഞിട്ടേ ഇരിക്കുക തന്നെ പണി. അല്ലറിയാ, ഈ ഫാന് നമുക്കൊക്കെ ശരി, പക്ഷെ ആദ്യക്കുട്ടിന്റെ അടുത്ത് എപ്പോഴും ഈ ഫാന് വെക്കാൻ പറ്റില്ല. ഉറങ്ങുമ്പോ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇങ്ങനെ മേടിച്ചിരിക്കുമ്പോ വെച്ചോന്ന് വെക്കേ അവൻ എണീറ്റാ ഫാനിന്റെ അകത്ത് കൈയിടും. അതിന് പേടിച്ചിട്ടാ ഞാൻ ഈ ഫാൻ അവന്റെ അടുത്ത് വെക്കാതിരുന്നത്. പക്ഷെ ഇപ്പൊ അവന് ഉറക്കം വന്നു, കുറച്ച് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചാ ഇപ്പൊ ടേബിൾ ഫാൻ വെച്ചത്. കുറച്ചു നേരം ഉറങ്ങുന്നവരെ ഇരിക്കട്ടെ, അവൻ ഉറങ്ങി എണീറ്റതും ഈ ടേബിൾ ഫാൻ അങ്ങ് മാറ്റി വെക്കണം. അറിയാ, എന്തായാലും ആദ്യക്കുട്ടി ഇപ്പൊ ഉറങ്ങും, അതുവരെ നീ അവന്റെ അടുത്തിരിക്കട്ടോ. അമ്മയ്ക്ക് അവിടെ കുറച്ച് പണിയുണ്ട്. അമ്മായി മാമനൊക്കെ വന്നിട്ടുള്ളതല്ലേ, അവർക്കൊരു ചായ മാത്രം അമ്മ ഇട്ട് കൊടുത്തിട്ട് വരാം. റിയ, നീ കളിക്കാൻ പറ്റോ? പക്ഷെ അപ്പൂസ് ഇപ്പൊ ഉറങ്ങും, അവൻ ഉറങ്ങുന്നവരെ മാത്രം അടുത്ത് നിക്ക്, അല്ലെങ്കിലേ അവൻ എനിക്ക് ഫാനിന്റെ അകത്ത് കൈയിടും. അതിന് പേടിച്ചിട്ട് അമ്മ പറയുന്നത്.
അവൻ ഉറങ്ങിയ ശേഷം നീ കളിക്കാൻ പോയിക്കോ റിയ. ഒരു കുറച്ചു നേരം അവൻ ഉറങ്ങുന്ന വരെ അടുത്ത് നിൽക്ക്. അവിടെ അമ്മായിക്കും മാമനെ ഒരു ചായ മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ട് വരാം. റിയ, അപ്പൂസിന് ഉറക്കം വന്നു. അവതപ്പ ഉറങ്ങും. ഒരു കുറച്ചു നേരം അടുത്ത് നിൽക്ക്. അമ്മ ഇപ്പൊ വരാം. ആ ശരി റിയ, പക്ഷെ അവൻ ഉറങ്ങിയ ശേഷം മാത്രം തന്നെ നീ കളിക്കാൻ പോകാൻ പാടുള്ളൂ. അതുവരെ അവന്റെ അടുത്തേ ഇരുന്ന് അവൻ ഫാനിന്റെ അകത്ത് കൈയിടാതെ നോക്കിക്കോട്ടാ. ആ ശരി, ഇവിടെ തന്നെ ഇരിക്കട്ടാ. അമ്മ പോയി അമ്മായിക്കും മാമന് ചായ ഇട്ട് കൊടുത്തിട്ട് വരാം. ശരിയാ, നീ അപ്പൂസ് ഫാനിന്റെ ഉള്ളിൽ കൈയിട്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരു മിനിറ്റ് പേടിച്ചു പോയി. ഷോ, എന്റെ ദൈവമേ, നിന്റെ വിളി കേട്ടപ്പോ ഞാൻ ഇനിയിപ്പോ ഫാനിന്റെ അകത്ത് കൈയിട്ടോന്ന് വിചാരിച്ചു. അവൻ എണീറ്റ് ഫാനിന്റെ അകത്ത് കൈയിടാൻ പോണവരെ നീ എന്താ ചെയ്തിട്ടിരുന്നത്? ഞാൻ നിന്നെ കൊണ്ട് അവനെ നോക്കാൻ പറഞ്ഞിട്ടല്ലേ പോയത്. അയ്യോ റിയ, എന്താ നീ? അവൻ ഉറങ്ങിയാലും നീ അമ്മനെ വിളിച്ചു വിട്ടിട്ട് വേണം പോവാൻ. നീ അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല. ആ ശരി, പോട്ടെ. നിനക്കെന്തറിയും? ഞാൻ തന്നെ അവനെ നോക്കിയിരിക്കണം. നിന്റെ അടുത്ത് അവനെ ആക്കിയിട്ട് പോയത് എന്റെ തെറ്റാ. എന്തോ ഭാഗ്യം, അവൻ ഫാനിന്റെ അകത്ത് കൈയിട്ടില്ലല്ലോ. എന്തു പറ്റി? അയ്യോ റിയ, നിന്റെ അച്ഛൻ്റെ അടുത്ത് അപ്പൂസ് ഫാനിന്റെ അകത്ത് കൈയിടാൻ പോയിന്ന് പറയണ്ടോ. പറഞ്ഞാ പിന്നെ അച്ഛൻ അമ്മനെ ചീത്ത പറയും. എന്താ ഐഷു? റിയ കരയുന്ന പോലെ സൗണ്ട് കേട്ടു. എടാ അമ്മൂസേ, എന്താടാ, എന്തു പറ്റി? ഇപ്പഴല്ലേ ഞാൻ പറയണ്ടെന്ന് പറഞ്ഞത്. എന്ത്? അപ്പൂസ് ഫാനിന്റെ അകത്ത് കൈയിടാൻ പോയോ? എടി ഐഷു, കുട്ടി ഫാനിന്റെ ഉള്ളിൽ കൈയിടാൻ പോണവരെ നീ എന്താണ് ചെയ്തിട്ടിരുന്നത് അവനെ നോക്കാണ്ട്? അയ്യോ അല്ല ശിവേട്ടാ, അത് അവൻ ഉറക്കം വന്നിട്ട് ചൂടടിച്ച് കരയായിരുന്നു. അപ്പൊ കുറച്ചു നേരം ഉറങ്ങാൻ വേണ്ടിട്ട് ഞാൻ ടേബിൾ ഫാൻ അവന്റെ അടുത്ത് വെച്ചു. ഞാൻ അടുത്തന്നെ ഇരുന്നത്. പിന്നെ ശരിയവന് ഉറക്കം വരണോ ഉറങ്ങുമെന്നും വിചാരിച്ച് റിയ കുട്ടീനെ കുറച്ചു നേരം നോക്കിക്കോന്നും പറഞ്ഞ ചേച്ചിക്ക് ചായ ഇടാൻ വേണ്ടി പോയതാ. എടി ഐഷു, നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? പച്ച കുട്ടീന്റെ അടുത്ത് ടേബിൾ ഫാനും വെച്ചിട്ട് നീ ചായ ഇടാൻ പോയോ? അവൻ എണീറ്റ ഫാനിന്റെ അകത്ത് കൈയിടുന്നുള്ള ബോധം പോലും നിനക്കില്ലേ? അയ്യോ ഇല്ല ശിവേട്ടാ, ഞാനൊരു 2 മിനിറ്റ് റിയാനെ നോക്കാൻ പറഞ്ഞിട്ടാ പോയത്. എടി, റിയാനെ നോക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ അവളെന്ത് വലിയ കുട്ടിയാണോ? അവളും ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് എന്തറിയും? ഞാൻ നിന്നെ കൊണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, നീ വീട്ടിലെ പണിയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കുട്ടികളെ നോക്കണമെന്ന് പറഞ്ഞില്ലേ? കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ വേണം ഐഷു. അതും ടേബിൾ ഫാനൊക്കെ കുട്ടികളുടെ അടുത്ത് വെച്ചിട്ട് എവിടെയും പോകാൻ പറ്റില്ല. റിയാനെ പോലെ വലിയ കുട്ടിയാണെങ്കിൽ പോലും കുഴപ്പമില്ല. അപ്പൂസിന് എന്തറിയും? അവൻ ഉറങ്ങിയാ പോലും നീ അവന്റെ അടുത്ത് ഫാൻ വെച്ചിട്ട് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല. ചിലപ്പോ അവൻ എണിച്ചു കഴിഞ്ഞാലേ ഫാനിന്റെ അകത്ത് കൈയിടാൻ സാധ്യതയുണ്ട്. ഇനി ഇതുപോലെ ചെയ്യണ്ട ഐഷു. ഇല്ല ശിവേട്ടാ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാൻ റിയ കുട്ടിനെ വിശ്വസിച്ചിട്ട് അപ്പൂസിനെ അവളുടെ അടുത്ത് ആക്കിട്ട് പോയത് തെറ്റാണ്.
ആ ശരി ഐഷു, കുട്ടികളുടെ അടുത്ത് ടേബിൾ ഫാൻ ഒന്നും വെക്കാൻ പറ്റില്ല. ടേബിൾ ഫാൻ വെക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തന്നെ ഇരിക്കണം. ആ ശരി ശിവേട്ടാ. അപ്പൂസേ